സുനാമി ട്രേഡേഴ്സ് ഹൈപ്പർ സൂപ്പർമാർക്കറ്റ്, ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന് സമീപം, ബൈപ്പാസ് റോഡ്, ഓട്ടുപാറ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ഇവിടെ ലഭിക്കുന്നു. കോൺടാക്ട് 6238551902 9496348212. ചെറുതുരുത്തി പഴയ കൊച്ചിൻ പാലം പൊളിച്ചു നീക്കുന്നതിന് സർക്കാർ നൽകിയ ഉത്തരവ് ശരിയായ നടപടിയല്ലെന്ന ആരോപണവുമായി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് രംഗത്ത്. 110 വർഷം മുൻപ് നിർമ്മിച്ച് തകർന്നു കിടക്കുന്ന പഴയ കൊച്ചിൻ പാലമാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നതിന് ഉത്തരവായിട്ടുള്ളത്. കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്ന കാലത്ത് പാലം പൊളിച്ചു നീക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു. തുടർന്ന് പരിസ്ഥിതി ആഘാത പഠനവും നടത്തിയിരുന്നു. ഈ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നിബന്ധനകൾക്ക് വിധേയമായി പാലം പൊളിച്ചു നീക്കുന്നതിനായി സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് പാലം സംരക്ഷിക്കണമെന്നറിയിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. സർക്കാരിന്റെ ഈ ഉത്തരവ് ശരിയായ നടപടിയല്ലെന്ന് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷാനവാസ് പറഞ്ഞു. നമ്മുടെ കൊച്ചിൻ പാലം പൊളിച്ചു നീക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു എന്നുള്ളൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം 110 വർഷം പഴക്കവും പാരമ്പര്യവുമുള്ള ഒരു പാലമാണ് കൊച്ചിൻ പാലം. അതിൻ്റെ തുടക്കകാലത്ത് തന്നെ അത് തകരുമെന്ന സ്ഥിതി വന്നപ്പോൾ അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്നും ഗവൺമെൻറ് പിന്നോട്ട് പോയില്ല. ആ പിന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഇത്രമാത്രം തകർച്ച നേരിട്ടത്. നമുക്കറിയാം പല സ്ഥലങ്ങളിലും 100 വർഷങ്ങൾ പിന്നിട്ടിട്ടുള്ള പല സംരംഭങ്ങളും പാലങ്ങളായിക്കോട്ടെ കെട്ടിടങ്ങളായിക്കോട്ടെ അതിനൊക്കെ സംരക്ഷിക്കുന്ന സമീപനമാണ് രാജ്യത്ത് സ്വീകരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത തലമുറയ്ക്ക് ഇതിൻ്റെ ചരിത്രങ്ങളെക്കുറിച്ച് പഠിക്കാനും ഇങ്ങനെയുള്ള സംവിധാനത്തെക്കുറിച്ച് പഠിക്കാനും ഒക്കെ ഉപകരിക്കുന്ന രീതിയിൽ 100 വർഷം കടന്നു പോകുന്ന സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ ഇതുപോലത്തെ സ്മാരകങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്ന നിലപാടിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോയിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നത് പൊളിച്ചു നീക്കുക എന്നുള്ളതാണ്. ആ തരത്തിലേക്ക് പോയത് ശരിയായ നടപടിയല്ല. തീർച്ചയായിട്ടും കൊച്ചിൻ പാലം പൈതൃക ഗ്രാമങ്ങളൊക്കെയുള്ള നമ്മുടെ പ്രദേശത്ത് ഒരു അഭിമാന സ്തംഭമായിട്ട് അടുത്ത തലമുറയ്ക്ക് ചരിത്ര വിദ്യാർത്ഥികൾക്ക് അത് കാണാനും അതിനെക്കുറിച്ച് അറിയാനും ഒക്കെ ഉണ്ടാകുന്ന ഒരവസരം നഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അത് ശരിയായ നടപടിയല്ല. അതിനെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് സർക്കാർ വരണമായിരുന്നു. VCV ന്യൂസ് ചെറുതുരുത്തി.